കെട്ടിടങ്ങളാൽ സമുച്ചയമായ മുംബൈ നഗരത്തിലെ തിരക്കേറിയ റോഡിലൂടെ അവൾ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു. ഈശ്വര, ഇന്ന് ലേറ്റായാലോ, സ്കൂട്ടിക്ക് പണി തരാൻ കണ്ട സമയം. അവൾ അതും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് എതിരെ വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. AV ഇൻഡസ്ട്രീസ് എന്ന ബഹുനില കെട്ടിടത്തിന്റെ ബോർഡ് കണ്ടതും അവളൊരു നെടുവീർപ്പോടെ ഓട്ടോയിൽ നിന്നും ഇറങ്ങി. പൈസ കൊടുത്ത ശേഷം അവൾ വേഗം ഓഫീസിലേക്ക് പാഞ്ഞു. എൻ്റെ നന്ദു, ഇന്ന് ലേറ്റ് ആയാലോ, സാറിൻ്റെ മൂന്നാമത്തെ വട്ടമാണ് നിന്നെ അന്വേഷിക്കുന്നത്. കമ്പനിയിലേക്ക് കയറിയതും അവളുടെ ഫ്രണ്ട് തനശ്രീ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. രാവിലെ മോൾക്ക് ചെറിയ പനി, അതുകൊണ്ട് അവൾ നല്ല വാശിയിലായിരുന്നു. തനു, ഞാൻ അടുത്ത് തന്നെ വേണം, എന്നെ വിടാതെ മുറുകെ പിടിച്ചിരുന്നു. ഒരു കണക്കിനൊന്ന് ഉറക്കിയിട്ടാ ഇറങ്ങിയത്. അപ്പം തന്നെ സ്കൂട്ടിയും പണി തന്നു. പിന്നെ ഒരു ഓട്ടോ വിളിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. അവളൊന്ന് ശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. എന്തായാലും ചെല്ല്, വരുമ്പോൾ സാറിനെ കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് സാർ പറഞ്ഞിരുന്നു. ആ ഹൊറിസോൺ കമ്പനിയുടെ ഫൈനൽ റിപ്പോർട്ടും കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അവളോട് പറഞ്ഞുകൊണ്ട് താൻ തൻ്റെ സീറ്റിലേക്ക് പോയതും നന്ദു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു. അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം അവൾ വേഗം ഡ്രോയർ തുറന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫയലും എടുത്ത് MDയുടെ ക്യാബിലേക്ക് നടന്നു. ഇവളാണ് നന്ദിനി എന്ന നന്ദു. AVM കമ്പനിയിലെ MDയുടെ PA ആയിട്ടാണ് അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. നന്ദിനി വിവാഹിതയും 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയുമാണ്. AVM കമ്പനിയിൽ അവൾ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ 6 മാസം ആകുന്നതേയുള്ളൂ. ഗെറ്റ് ഔട്ട് ഓഫ് യു ബ്ലഡി ഇഡിയറ്റ്. പറഞ്ഞ ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ രാവിലെ തന്നെ നീക്കി ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? കയ്യിലിരുന്ന പേപ്പറുകൾ നന്ദുവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ അലറിയതും അവൾ അറിയാതെ 2 അടി പിന്നിലേക്ക് വെച്ചുപോയി. നിനക്കൊക്കെ തോന്നിയതുപോലെ ഓരോന്നും ചെയ്തു വെക്കാനുള്ള സ്ഥലമല്ല എൻ്റെ ഓഫീസ്, മൈൻഡ് ഇറ്റ്. അവൻ അലറിയതും അവൾ തല കുനിച്ച് നിന്നെല്ലാം കേട്ടു. 1 അവറിനുള്ളിൽ ഞാൻ തന്ന ജോലി കൃത്യമായി ചെയ്ത് എന്നെ കാണിച്ചില്ലെങ്കിൽ. അവൻ പറയാൻ വന്നത് പകുതിയിൽ നിർത്തി അവളെ രൂക്ഷമായി നോക്കിയതും അവൾ പേടിയുടെ തല കുലുക്കിക്കൊണ്ട് നിലത്ത് കിടന്ന പേപ്പറുകൾ ഓരോന്നും അടുക്കിയെടുത്തു. സാർ, ക്യാൻ ഐ ലീവ്? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചതും അവൻ അവളെ രൂക്ഷമായി നോക്കി. ഗെറ്റ് ഔട്ട്. അവൻ്റെ അലർച്ചയിൽ ആ ബിൽഡിംഗ് പോലും കുലുങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ വേഗം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഓടി. അവൾ പോയതും അവനൊരു നെടുവീർപ്പോടെ റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയിരുന്നു. ഇപ്പോൾ ഈ കിടന്നലറിയ മഹാനാണ് AVM കമ്പനിയുടെ MD ആനന്ദ് വർമ്മ. കാലൻ, എന്തൊക്കെ ചീത്തയെ വിളിച്ചത്. ആനന്ദിൻ്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങിയ നന്ദു പിറുപിറുത്തുകൊണ്ട് തൻ്റെ ക്യാബിലേക്ക് പോയി. എന്താ മോളെ നന്ദു, നല്ല ചൂടിലാണല്ലോ. സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ കിട്ടിയ ലക്ഷണം കാണുന്നുണ്ടല്ലോ. ക്യാബിലേക്ക് പോകാനിടയിൽ എതിരെ വന്ന തൻ്റെ കോളിഗ്സായ നീതുവാണ് അത് ചോദിച്ചത്. അത് പിന്നെ എപ്പോഴാ അവൾക്ക് സാറിൻ്റെ കയ്യിൽ നിന്നും കിട്ടാത്തത്? ഇവൾ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെക്കും. അങ്ങേരതറിയുമ്പോൾ ഇവൾ എടുത്തിട്ടലക്കുകയും ചെയ്യും. അല്ല, ഇന്നത്തെ പ്രശ്നം എന്തായിരുന്നു? നീതുവിൻ്റെ കൂടെ നിന്ന മനു അത് ചോദിച്ചതും നന്ദുവിൻ്റെ കണ്ണുകൾ കോർത്തു. ആ ഹൊറിസോൺ കമ്പനിയുമായിട്ടുള്ള പ്രോജക്റ്റിൻ്റെ ഫൈനൽ റിപ്പോർട്ട് എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക്. അതിനാ ആ ദുഷ്ടനെ ഇത്രയും ചീത്ത വിളിച്ചത്. കവളം വീർപ്പിച്ച് വെച്ച് ദേഷ്യത്തോടെ പറയുന്നവളെ കണ്ടതും അവർക്ക് ചിരി വന്നുപോയി. എന്നാൽ ഇപ്പോൾ ചിരിച്ചാൽ പെണ്ണ് ഭദ്രകാളി മോഡ് ഓൺ ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവർ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരി അടക്കി നിന്നു. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇതിലെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് പുതിയ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ അയാളാകെ 1 മണിക്കൂറാണ് സമയം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ, നമുക്ക് ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിൽ വെച്ച് കാണാം. അവൾ അതും പറഞ്ഞ് വേഗം തൻ്റെ ക്യാബിലേക്ക് പോയി ജോലി ആരംഭിച്ചു. പാവം അല്ലേ? തിരിഞ്ഞു നടക്കുന്നിടയിൽ നീതു പറഞ്ഞതും മനു അതിനൊന്ന് മൂളിയതേയുള്ളൂ. സമയം കുറവായതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് ഓരോന്നും ചെയ്യുന്നിടയിലാണ് ടേബിളിലിരിക്കുന്ന തൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് അവൾ കേട്ടത്. മുഖം ഉയർത്തി അതിലേക്ക് നോക്കിയതും അതിൽ തെളിഞ്ഞു കാണുന്ന പേര് കണ്ട് അവൾ കോൾ കട്ട് ചെയ്തു. വീണ്ടും ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടതും അവൾ സൈഡിലേക്ക് കോർണറിലായിട്ട് വെച്ചിരിക്കുന്ന CCTV ക്യാമറയിലേക്ക് നോക്കി. ശേഷം ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ, എന്താ വേണേ ഇത്? എത്ര നേരമായിട്ട് വിളിക്കുന്നു? നിനക്കൊന്ന് ഫോൺ എടുത്തുകൂടെ? മറുവശത്തും വന്ന വാക്കുകൾ കേട്ടതും അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാനിവിടെ വെറുതെ ഇരിക്കുവല്ല നന്ദേട്ടാ, ഒരു ലോഡ് പണിയാ ആ കോന്തൻ MD എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വിളിച്ചത് എന്തിനാണെന്ന് വെച്ച കാര്യം പറഞ്ഞിട്ട് നന്ദേട്ടൻ ഫോൺ വയ്ക്കാൻ നോക്ക്. എൻ്റെ കൊച്ചു നല്ല ദേഷ്യത്തിലാണല്ലോ. കൊച്ചിന് ദേഷ്യം പറയാൻ ചേട്ടൻ ഒരുമ്മ തരട്ടെ. അവൻ വീണ്ടും തേനും പാലും ഒഴുക്കിയതും അവൾക്ക് അടിമുടി വിറഞ്ഞു കയറി. നന്ദേട്ടാ, എൻ്റെ വാലിരിക്കുന്ന കേൾക്കരുത്, ഞാൻ ഫോൺ വയ്ക്കുക, എനിക്ക് വേറെ പണിയുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൾ കട്ട് ചെയ്ത ശേഷം ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു. അതേസമയം മറുവശത്ത് അവൾ ഫോൺ കട്ട് ചെയ്തതും അവനൊരു പുഞ്ചിരിയോടെ ഫോണിൽ വാൾപേപ്പറിലായി സെറ്റ് ചെയ്തിരിക്കുന്ന അവളുടെ ചിത്രത്തിലേക്ക് നോക്കി. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും മോളെ, അപ്പം ചേട്ടൻ കാണിച്ചു തരാം കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് അവൻ ആ ചിത്രത്തിലേക്ക് ചുണ്ടുകൾ ചേർത്തു. പറഞ്ഞതിന് 5 മിനിറ്റ് നേരത്തെ തന്നെ പ്രൊജക്റ്റിൻ്റെ മിസ്റ്റേക്ക് വന്ന ഭാഗം കറക്റ്റ് ചെയ്ത് പുതിയ ഫൈനൽ റിപ്പോർട്ട് പ്രിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് നന്ദു
എം ഡിയുടെ ക്യാബിലേക്ക് നടന്നു. മേ ഐ കമ്മിങ് സാർ? യെസ്. അകത്തുനിന്നും അനുവാദം കിട്ടിയതും അവൾ പതിയെ ഡോർ തുറന്നകത്തേക്ക് കയറി. സാർ, ഫൈനൽ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തു. ലാപ്ടോപ്പിലേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ടിരുന്ന അവൻ അവളെ ശബ്ദം കേട്ടതും മുഖമുയർത്തി അവളെ നിന്ന് നോക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി അതിലൂടെ കണ്ണുകൾ ഓടിച്ചു. ശേഷം ഫയൽ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൻ റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അവളെ അടിമുടിയൊന്ന് നോക്കി. എന്താണ് നന്ദിനി, ആകെ ക്ഷീണിച്ചു പോയല്ലോ, ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ? അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൻ്റെ നോട്ടത്തിൽ അവളൊന്ന് ചൂളിപ്പോയി. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. ഹാ, പറയുന്നതിനി, താൻ എന്തേ ഭക്ഷണമൊന്നും കഴിക്കാഞ്ഞത്? കണ്ടില്ലേ ആകെ മെലിഞ്ഞ് കോലം കെട്ടിരിക്കുന്നത്? ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ? ഇങ്ങനെയായാലും ശരിയാവില്ല കേട്ടോ. അവനൊരു വഷളം ചിരിയോടെ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കി. സർ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. പിന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ എനിക്ക് എൻ്റെ ഭർത്താവുണ്ട്. സാർ ഇതിന് കൂടുതൽ മെനക്കെടണ്ട. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും അവൻ്റെ മുഖത്തൊരു ചിരി വിടർന്നു. ഓ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നന്ദിനി? തൻ്റെ ഭർത്താവ് തന്നെ നേരാവണ്ണം ഒന്ന് അന്വേഷിക്കാറില്ലെന്ന് ഈ കോലം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. എന്തായാലും അവൻ അന്വേഷിക്കാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ശരിക്കും ഒന്ന് അന്വേഷിച്ചോളാം. അവൾ നോക്കിയൊരു വഷളം ചിരിയോടെ പറഞ്ഞിട്ട് അവൻ ചെറയിൽ നിന്നും എഴുന്നേറ്റതും അവളൊരടി പിന്നിലേക്ക് വെച്ചു. നിമിഷങ്ങൾക്കകം അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തതും അവൾ കുതിറിക്കൊണ്ട് അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു. സർ പ്ലീസ്, എന്തീ കാണിക്കുന്നത്? എന്നെ വിട്. അവൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ അതേ ദേഷ്യത്തോടെ അവൻ്റെ കൈകളെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നിടയിൽ പറഞ്ഞെങ്കിലും അവൻ്റെ കൈകളുടെ മോർക്കം കൂടിയതേയുള്ളൂ. ഇരു കൈകൾ കൊണ്ടും ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. സർ പ്ലീസ് ബിഹേവ് യുവർ സെൽഫ്, യു ആർ ഹർട്ടിങ് മീ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് അവനെ പിന്നിലേക്ക് തള്ളി. പെട്ടെന്നുള്ള അവളുടെ നീക്കത്തിൽ അവൻ ബാലൻസ് തെറ്റിക്കൊണ്ട് പിന്നിലേക്ക് ആഞ്ഞു. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിത്തരുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ടാകും. ആ കൂട്ടത്തിൽ ഈ നന്ദിനിയെ കൂട്ടരുത്. ദേഷ്യത്തോടെയുള്ള അവളുടെ വാക്കുകൾ ഒരു നിമിഷം അവനിൽ അതിയായി ദേഷ്യമുണർത്തി. ഹൗ ഡെയർ യു? അവൻ വീണ്ടും ദേഷ്യത്തോടെ അതിനേക്കാളുപരി വാശിയോടെ അവൾ അരികിലേക്ക് പാഞ്ഞു ചെന്നു. സ്റ്റേ ദെയർ. അവൻ്റെ വരവ് കണ്ടതും അവൾ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം അവൻ അവിടെ തന്നെ നിന്നുപോയി. സർ, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടി. ഡാമിറ്റ്. അവൾ പോയതും അവൻ മുഷ്ടി ചുരുട്ടി ചുമരിൽ ആഞ്ഞടിച്ചു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും, കാണിച്ചു തരാം ഞാൻ. അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവൻ പതിയെ പറയുമ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ക്യാബിൽ നിന്നിറങ്ങിയ നന്ദു നേരെ വാഷ്റൂമിലേക്കാണ് പോയത്. കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അവൾ മുഖത്തേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനിടയിലൂടെ ആ വെള്ളത്തുള്ളികൾ ഒഴുകിയിറങ്ങി. മുഖം കഴുകിയ ശേഷം മുന്നിൽ കാണുന്ന മിററിലേക്ക് തന്നെ ഒരു നിമിഷം അവൾ നോക്കി നിന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ആ നിമിഷം അവളിൽ എന്തൊക്കെയോ വികാരങ്ങൾ അലയടിച്ചു. അല്പസമയം അങ്ങ് നിന്ന ശേഷം അവൾ ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ ക്യാബിലേക്ക് നടന്നു. ക്യാബിലേക്ക് നടക്കുമ്പോൾ ഡോർ വലിച്ചു തുറന്നുകൊണ്ട് എം ഡി പുറത്തേക്ക് പാഞ്ഞു പോകുന്നത് അവൾ കണ്ടിരുന്നു. പോകുന്ന പോക്കിൽ അവളെ നോക്കി ദഹിപ്പിക്കാനും അവൻ മറന്നില്ല. അവൻ പോയത് ശ്രദ്ധിക്കാതെ തൻ്റെ സീറ്റിലേക്ക് വന്നിരുന്നുകൊണ്ട് അവൾ തൻ്റെ ജോലിയിലേക്ക് കടക്കുമ്പോഴാണ് ലഞ്ച് ബ്രേക്കിന് പോകാനായി നീതു അവളെ വന്ന് വിളിക്കുന്നത്. എനിക്ക് വേണ്ടടാ, വിശപ്പില്ല. എന്തു പറ്റിയടാ, വയ്യേ നിനക്ക്? നന്ദു പറഞ്ഞു കേട്ടതും നീതു ടെൻഷനോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല നീതു, ചെറിയൊരു തലവേദന. നിങ്ങൾ പൊയ്ക്കോ. അല്ല, എവിടെ മനു? അവൻ ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ കാണുന്നുകൊണ്ട് വിളിക്കാൻ വന്നതാ. അവൾ പറഞ്ഞതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ നീ വരുന്നില്ലെന്ന് ഉറപ്പല്ലേ? എങ്കിൽ ഞാൻ പോയി കഴിച്ചിട്ട് വരാം. തിരിച്ചു വരുമ്പോൾ നിനക്ക് നല്ല അവക്കാഡോ ജ്യൂസ് വാങ്ങിക്കൊണ്ട് വരാം. നിനക്കത് ഇഷ്ടമല്ലേ? നീതു അവളോടായി പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി കാണിച്ചു. അപ്പോഴേക്കും നീതു തിരിഞ്ഞു നടന്നിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അവൾ ഓരോന്നും ഓർത്തുകൊണ്ട് ടേബിളിലേക്ക് മുഖം അമർത്തി കിടന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിച്ചതും അവൾ മുഖം ഉയർത്തി അതിലേക്ക് നോക്കി. നന്ദേട്ടൻ കോളിംഗ്. അതിലെ പേര് കണ്ടതും അവൾ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ലഞ്ച് കഴിച്ചോ? ഇടർച്ചയോടെ അവൾ പറഞ്ഞതും അവിടെ നിന്നും അവൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടു. ഇല്ല. അതെന്താ? അവൾ പറഞ്ഞു കഴിഞ്ഞതും മുന്നേ അവൻ വീണ്ടും ചോദിച്ചു. അത് വിശപ്പില്ല. അവൾ പറഞ്ഞു കേട്ട് ഒരു നിമിഷം അവൻ നിശബ്ദനായി. 10 മിനിറ്റുള്ളിൽ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചോണം. അത് നന്ദേട്ടാ. നോ ആർഗ്യുമെൻറ്റ്സ്. അവൻ പറഞ്ഞതും പിന്നെ അവളൊന്നും മറുത്ത് പറയാൻ നിന്നില്ല. ഒരു നിമിഷം ഇരുവരും നിശബ്ദരായി. നന്ദേട്ടാ. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൾ വിളിച്ചതും അവനൊന്ന് മൂളി. ഐ ലവ് യു. അവൾ പറഞ്ഞു കേട്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ലവ് യു ടു. അവൻ്റെ മറുപടി അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിരിച്ചു. പോയി ഭക്ഷണം കഴിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തതും
അവളൊരു നെടുവീർപ്പോടെ ചെറിയിൽ നിന്നും എഴുന്നേറ്റ് ക്യാനിലേക്ക് നടന്നു. നിനക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞിട്ട്? നന്ദു ക്യാനിലേക്ക് ചെന്നതും അവളെ കണ്ട് നീതു നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. ആ, അപ്പോൾ വിശപ്പില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പ് തോന്നി, അതാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. നീതു ചോദിച്ചു കേട്ടതും അവളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചെയറിലേക്കിരുന്നു. അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഫുഡ് അവളുടെ മുന്നിലേക്ക് വന്നിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും തങ്ങളുടെ ക്യാബിലേക്ക് നടന്നു. സീറ്റിൽ വന്നിരുന്നതും അവൾ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. ഹലോ ചേച്ചി, നന്ദുവാണ്. മോള് കരയുകയോ മറ്റോ ചെയ്തിരുന്നോ? അവിടുന്ന് എന്തോ മറുപടി കേട്ടതും അവളൊന്നും മന്ദഹസിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചെയ്ത് തീർക്കാനുള്ള തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഇതേ സമയം മറ്റൊരിടത്ത് കോളിംഗ് ബില്ലിന് ശബ്ദം കേട്ടതും ഒരു സ്ത്രീ ഓടി വന്ന് ഡോർ തുറന്നു. ആ, കുഞ്ഞിന് നേരത്തെ വന്നോ? മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ടൊരു പുഞ്ചിരിയോടെ ആ സ്ത്രീ ചോദിച്ചതും അവനൊന്നും മന്ദഹസിച്ചു. മോളിറങ്ങുവാണോ ശ്യാമേച്ചി? ഇന്ന് വലിയ വാശിയൊന്നുമില്ലായിരുന്നു. അല്പം മുൻപ് കുറുക്ക് കുടിച്ചിട്ട് ഉറങ്ങിയതേയുള്ളൂ. കുഞ്ഞിരിക്ക്, ഞാൻ കഴിക്കെടുക്കാം. അവർ പറഞ്ഞുകൊണ്ട് കിച്ചൺ നേരെ നടന്നതും അവൻ അവരെ തടഞ്ഞു. വേണ്ട ചേച്ചി, ഞാൻ പുറത്തുനിന്നും കഴിച്ചിരുന്നു. ഇപ്പോൾ തൽക്കാലം ഒരു കോഫി എടുത്താൽ മതി. അവൻ അതും പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നതും അവർ തിരിഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. റൂമിലെത്തിയതും ബേബി ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന തൻ്റെ കുഞ്ഞിനെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ പോക്കറ്റിൽ നിന്നും ഫോണും കയ്യിൽ നിന്നും വാച്ചും അഴിച്ചെടുത്ത് ടേബിളിൽ വെച്ചു. ശേഷം ധരിച്ചിരുന്ന ഷർട്ടും പാൻറ്റും മാറ്റി കാബോർഡിൽ നിന്നും ഒരു മുണ്ടെടുത്ത് കൊടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. അല്പസമയത്തിന് ശേഷം അവൻ ഫ്രഷായി പുറത്തേക്ക് വന്ന് ഒരു ടീഷർട്ട് കൂടി എടുത്ത് ധരിച്ചു. ശേഷം അവൻ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിപ്പിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ നെറുകയിലൊന്ന് മുത്തി. മോനെ, കോഫി. അപ്പോഴേക്കും ശ്യാമ കോഫി ഇങ്ങോട്ട് മുറിയിലേക്ക് വന്നു. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ മോനെ. ഇനിയിപ്പം മോൻ ഇവിടെ ഉള്ളതുകൊണ്ട് മോൾ ഉണർന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അവൻ്റെ കയ്യിലേക്ക് കോഫി കൊടുക്കുന്നിടയിൽ അവർ അവനോടായി ചോദിച്ചു. ആ, ചേച്ചി പൊയ്ക്കോളൂ, മോൾ ഉണർന്നാ ഞാൻ നോക്കിക്കോളാം. അവൻ അനുവാദം നൽകിയതും അവർ വേഗം തിരിഞ്ഞു നടന്നു. അവർ പോയി കഴിഞ്ഞതും അവൻ ഡോർ ലോക്ക് ചെയ്ത ശേഷം റൂമിലേക്ക് വന്ന് ടേബിളിൽ നിന്നും ഫോൺ കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവളുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, വരാറായില്ലേ? വരുവാ. പെട്ടെന്ന് വാ, ഇവിടെ ഞാനും കുഞ്ഞിപ്പെണ്ണും കാത്തിരിക്കുവാണ്. ഇറങ്ങി. അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്തു. ശേഷം ഒരു ചിരിയോടെ തൻ്റെ കുഞ്ഞിൻ്റെ അരികിലേക്ക് കയറി കിടന്നു. നിമിഷങ്ങൾക്കകം അവൻ്റെ കണ്ണുകൾ പതിയടഞ്ഞ് അവനൊരു ചെറു മയക്കത്തിലേക്ക് പോയി. ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടതും നന്ദു ഒരു ഓട്ടോയിൽ വന്ന് ആ ഫ്ലാറ്റിന് മുന്നിൽ ഇറങ്ങി. ഓട്ടോയ്ക്ക് ക്യാഷ് കൊടുത്ത ശേഷം അവൾ പതി ലിഫ്റ്റിൽ കയറി 7 നമ്പർ നിലയിലെ തൻ്റെ ഫ്ലാറ്റിന് മുന്നിലെത്തി. കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തി അല്പസമയം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതുകൊണ്ട് അവൾ സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഹാളിലും കിച്ചണിലും ആരെയും കാണുന്നതുകൊണ്ട് തന്നെ അവൾ നേരെ ബെഡ്റൂമിലേക്ക് നടന്നു. അവിടെ തൻ്റെ പ്രിയപ്പെട്ടവനും തൻ്റെ പൊന്നോമനയും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടതും അവളെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവൾ അതേ ചിരിയോടെ തന്നെ ബാഗ് ടേബിളിലിട്ടുകൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് കയറി. നിമിഷങ്ങൾക്കകം ഒന്ന് ഫ്രഷായി ഇറങ്ങിയവൾ നേരെ കട്ടിലേക്ക് കയറി അവനോട് ചേർന്ന് കിടന്നു. എന്തേ ഇത്രയും ലേറ്റായത്? അവളുടെ സാമീപ്യം അറിഞ്ഞതും അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവളോടായി ചോദിച്ചു. അത് ആ കോന്തൻ്റെ എംഡിക്ക് ഉച്ചയ്ക്ക് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്കവിടെ പിടിപ്പത് പണിയുണ്ടായിരുന്നു. അവൾ പറഞ്ഞു കഴിയും മുന്നേ അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. ആരടി കോന്തൻ? സംശയം എന്താ? എൻ്റെ ഈ കെട്ടിയോൻ തന്നെ. പെണ്ണുങ്ങളെ തരത്തിനെ കിട്ടുക കയറി പിടിക്കുന്ന കോന്തൻ, പെണ്ണ് പിടിക്കാൻ. അയ്യടി, ഞാൻ കയറി പിടിച്ചെങ്കിലേ അതെൻ്റെ പെണ്ണിനെയാ, അല്ലാതെ വല്ലവളും മരയും പിടിക്കാനൊന്നും ഈ ആനന്ദ് വർമ്മ പോയിട്ടില്ല. അവനവളെ ചുണ്ടിൽ അമർത്തി കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നെരിവ് വലിച്ചു വിട്ടു. ആ, എൻ്റെ ചുണ്ട് പൊട്ടി നന്ദുവേട്ടാ. അവൾ തന്നെ കേശുണ്ടും മലർത്തി കാണിച്ചുകൊണ്ട് അവനെ നോക്കി പരിഭവത്തോടെ പറഞ്ഞു. പൊട്ടിയോ? എവിടെ നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചുണ്ടിൽ വിരൽ കൊണ്ട് തൊട്ടു. ശരിയാ, പൊട്ടിയല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ, വഴിയുണ്ട്. അവൻ അതും പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കിയതും കാര്യം മനസ്സിലായി നന്ദു പിടഞ്ഞെഴുന്നേൽക്കും മുന്നേ അവൻ അവളെ ചുണ്ടിലേക്ക് തന്നെ ചുണ്ടുകൾ ചേർത്തു. മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നിരുന്നു. അവൻ്റെ കൈകൾ അവളെ ഉടലാകെ അലഞ്ഞു നടന്നതും അവൾ അവൻ്റെ മുടിയിടകളിൽ കോർത്തു വലിച്ചു. ചുണ്ടിൽ നിന്നും നാവിലേക്ക് കടന്നതും സ്വയം നിയന്ത്രിക്കാനാവാത്ത വിധം അവൾ അവനിലേക്ക് ചുരുണ്ടു. ചുരിദാറിൻ്റെ പ്ലേറ്റിനിടയിലൂടെ അവളുടെ നഗ്നമായ വയറിലേക്ക് അവൻ്റെ കൈകൾ ചലിച്ചു. കാൽവിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് അവൻ അവളുടെ പൊക്കൽ ചുഴിയിലേക്ക് വിരലമർത്തിയതും അവളൊരു ഗെയിങ്ങിലൂടെ അവൻ്റെ പുറം മേനിയിലേക്ക് നഖങ്ങളാഴ്ത്തി. പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു. ഒടുവിൽ അവളുടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി അവിടെ എന്തിനോ വേണ്ടി പരതി. ഒടുവിൽ അവൻ്റെ കൈകൾ അവളുടെ മാറിലമർന്നതും അവളൊരു പിടച്ചിലൂടെ അവനെ തടഞ്ഞു. ഏട്ടാ, മോള്.
തൻ്റെ സംശയത്തോട് നോക്കുന്നവനോടായി മോളെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു കൊടുത്തു. മോളിപ്പോഴൊന്നും ഉണരില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. നിമിഷങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അവർ ഇരുവരിൽ നിന്നും വസ്ത്രങ്ങൾ അകന്നു മാറുകയും അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്തു. ദീർഘനേരത്തെ പ്രണയ നിമിഷങ്ങൾക്കൊടുവിൽ എപ്പോഴോ അവൻ അവളുടെ മാറിലേക്ക് തളർച്ചയുടെ മുഖം അമർത്തി കിടന്നു. ആ കിടപ്പിൽ തന്നെ പതിയെ രണ്ടുപേരും നിദ്ര പുൽകി. കുഞ്ഞിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് നന്ദു കണ്ണുകൾ തുറക്കുന്നത്. അവൾ വേഗം അവൻ അഴിച്ചിട്ടുന്ന ഷർട്ട് എടുത്ത് ധരിച്ചുകൊണ്ട് ബേബി ബെഡിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു. പാല് കൊടുത്തു. അപ്പോഴേക്കും ആനന്ദം ഉണർന്നിരുന്നു. അവൻ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് തൻ്റെ പ്രാണൻ്റെ പ്രാണനെയും നോക്കിക്കൊണ്ടിരുന്നു. ആ നിമിഷം തന്നെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവളും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു.